പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ അവൻ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടവനാണ്, മനസ്സിലാക്കേണ്ടവനാണ്, അറിഞ്ഞിരിക്കേണ്ട വ്യക്തിയാണ്, പരിശോധിക്കേണ്ട വ്യക്തിയാണ്. അപ്പോൾ പരിശോധിക്കുന്ന കാര്യത്തിൽ എൻ്റെ കൃപ എത്രയുണ്ട്, എൻ്റെ വരങ്ങൾ എത്രയുണ്ട്, ഞാൻ ഏത് വരത്തിലാണ് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്, എൻ്റെ അഭിഷേകത്തിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്, ഞാൻ എത്ര അളവിൽ ആത്മമണ്ഡലത്തിൽ ഉപയോഗിക്കപ്പെടുന്നു, ഇതൊക്കെ ഒരു ആത്മീയൻ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അവനെ തന്നെ ശോധന ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. എന്നാൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ ആത്മീയ നിലനിൽപ്പിൻ്റെ അനുപാതം, റേഷ്യോ എത്രയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ആത്മീയ നിലവാരത്തിന് അനുപാതം എത്രയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് നാം പരിശോധിക്കണം. ഇന്ന് ആ ഒരു ചിന്തയിലേക്ക് പഠിപ്പിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന എല്ലാ ദൈവമക്കളെയും, കർത്തൃദാസീദാസന്മാരെയും, കർത്തൃവേലയിൽ പ്രയോജനപ്പെടുന്നവരെയും അതിനുവേണ്ടി സമർപ്പിച്ച് ഈ നാളുകളിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന എല്ലാ ദൈവമക്കളെയും, ക്രിസ്തു വിശ്വാസികളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഒരു മനുഷ്യനെ കൊണ്ട് എല്ലാം ചിന്തിപ്പിക്കുമ്പോഴും അവനെ ചിന്തിക്കാൻ അനുവദിക്കാത്ത ഒരു കാര്യമാണ് ആത്മീയമായ പിന്മാറ്റം. ഒരു വ്യക്തിയിൽ ഞാൻ ആത്മീയ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലാണ് എന്ന് തോന്നിപ്പിക്കാതെ, ഞാൻ ആത്മീയ പിന്മാറ്റത്തിലാണ് എന്ന് തോന്നിപ്പിക്കാതെ, ഞാൻ ആത്മീയമായി അല്പം ഒന്ന് അശക്തനാണ് എന്ന് തോന്നിപ്പിക്കാതെ, അവനെ ഒരു പിന്മാറ്റത്തിൻ്റെ ഒരു ബാക്ക് സ്ലൈഡറാക്കി അവനെ മെല്ലെ മെല്ലെ തള്ളി കൊണ്ടുപോകുന്ന ഒരു പ്രവണത പൈശാചിക ലോകത്തിന് ഉണ്ട്. അത് സാത്താൻ നേരിട്ടൊന്നും ആയിരിക്കത്തില്ല ചെയ്യുന്നത്, സാത്താൻ്റെ ഏജൻസ് ആയിരിക്കും അത് ചെയ്യുന്നത്. സാത്താൻ്റെ ഏജൻ്റായിട്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള സ്പിരിറ്റ് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, വിസിബിൾ സ്പിരിറ്റിൽ ജീവിക്കുന്ന മനുഷ്യനും പ്രവർത്തിക്കുന്നു. മനുഷ്യൻ തന്നെ മനുഷ്യനെ ഒരാത്മീയ പിന്മാറ്റക്കാരനാക്കി മാറ്റാൻ തക്കവണ്ണം ഇന്ന് ഈ ലോകത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ തന്നെ ചോരയും നീരുമുള്ള മനുഷ്യനെ ആത്മാവിൽ ശക്തരാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഈ കാലഘട്ടത്തിൽ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുക്കുന്ന വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് താങ്കൾ. ആത്മാവിൽ ശക്തനായി, ആത്മാവിൽ എരിവുള്ള മനുഷ്യനായി, ആത്മാവിൽ കാഴ്ചയുള്ളൊരു മനുഷ്യനായി, ആത്മാവിൽ വെളിപ്പാടുള്ളൊരു മനുഷ്യനായി പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാകുന്നു നിങ്ങളായിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അനുവദിച്ചതും ക്ഷണിച്ചതും. സോ നിങ്ങളോട് ദൈവാത്മാവ് പറയുന്ന ആലോചന കേൾക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരിക്കുമെങ്കിൽ, ഉദാസീനതയോടെ അല്ലാതെ, മടുപ്പിനാലല്ലാതെ നിങ്ങൾ ഇരിക്കുമെന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കേണ്ട തരത്തിലുള്ളൊരു പുതിയ അഭിഷേകം ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുൻപേ നിങ്ങളുടെ മേൽ പകരുകയും ചെയ്യും. ഒന്നാമത്തെ ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിയേ, അതിൻ്റെ 49-ാമത്തെ വാക്യം മുതൽ, ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 49-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സംഭവിപ്പാൻ പോകുന്നത് അവൻ്റെ കൂടെയുള്ളവർ കണ്ടു. കർത്താവേ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുത്തൻ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തെ കാത് അറുത്തു. അപ്പോൾ യേശു, ഇത്രയ്ക്ക് വിടുവിൻ, ഇത് പറഞ്ഞു അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. ഇത്രയ്ക്ക് വിടുവിൻ, ഇത് പറഞ്ഞ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. യേശു തൻ്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദൈവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും, ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെടുന്നുവോ? ഞാൻ ദിവസേന
ദൈവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ കൈയോങ്ങിയില്ല. ഞാൻ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവും ആകുന്നു എന്ന് പറഞ്ഞു. നിങ്ങളത് കേട്ടോ? ആ വാക്ക് യേശു പറഞ്ഞേ, ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവും ആകുന്നു എന്ന് പറഞ്ഞു. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു. എങ്ങനെ പോയി എന്നാ പറയുന്നത്? പത്രോസ് യേശുവിൻ്റെ വലത്ത് കൈ പിടിച്ചുകൊണ്ട് പോയി എന്നല്ല, പത്രോസ് യേശുവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പോയി എന്നല്ല. പത്രോസ് പോയത് അകലം വിട്ട് പിൻചെന്നു. അകലം വിട്ട് പിൻചെന്നു. അതിന് ഇംഗ്ലീഷ് വാക്കിൽ ഇങ്ങനെ കിടക്കുന്ന ആൻഡ് പീറ്റർ ഫോളോഡ് എഫാർ ഓഫ് എന്നാണ്. എഫാർ ഓഫ്, കിങ് ജെയിംസ് വേർഷനാണത്. എഫാർ ഓഫ് എന്ന് വെച്ചാൽ വളരെ ദൂരം വിട്ട്, കാണാൻ പറ്റാത്ത നിലയിൽ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആളാണെന്ന് മനസ്സിലാകാത്ത നിലയിൽ, 4 ആളുകൾക്കൊപ്പം ഒരാൾ മാത്രമാണ് ഞാൻ എന്നറിയത്തക്ക നിലയിൽ പത്രോസ് അകലം വിട്ട് പിൻചെന്നു എന്ന് പറയുമ്പോൾ ശരിക്കും അകലം വിട്ട് പിൻചെല്ലേണ്ട ഒരു വ്യക്തിയാണോ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പത്രോസ്? അല്ലെങ്കിൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിനോട് അകലം വിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ നടക്കേണ്ട വ്യക്തിയാണോ? ചേർന്ന് അവസാനം വരെയും കൂടെ നിൽക്കേണ്ട ഒരു വ്യക്തിയാണോ? അവിടെ ഒരകലം വന്നത് എങ്ങനെ? വാള് കയ്യിലുള്ള പത്രോസിന്, ഇവിടെ ഒരുത്തൻ എന്ന് പറയുമ്പോൾ കാത് വെട്ടിയത് പത്രോസാണെന്ന് മറ്റു സുവിശേഷങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. കാത് വെട്ടിയ പത്രോസ് യേശുവിൻ്റെ മേൽ കൈ നീട്ടാൻ വന്നപ്പോൾ മഹാപുരോഹിതന്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയുടെ കാത് വെട്ടിക്കളഞ്ഞ പത്രോസ് വാളുള്ളവനാണ്. അപ്പൊ ആയുധധാരിയായ പത്രോസ് എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ വിട്ട് അകലം ബാധിച്ചു? അകലം ഭാവിച്ച് താൻ നടന്നു. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ വാക്യം, 55-ാമത്തെ വാക്യത്തിലേക്ക് വന്നു. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിലിരുന്നു. യേശുവിൻ്റെ കൂടെയല്ല, അല്ലെങ്കിൽ യേശുവിനെ കാണത്തക്ക നിലയിൽ ഏറ്റവും മുന്നിലല്ല, ഇടയിലിരുന്നു. അവിടെയും 10 പേർക്കൊപ്പം ഒരാളാണ് ഞാൻ എന്ന് മാത്രം തോന്നത്തക്ക നിലയിൽ ഒരഭിനയത്തിൻ്റെ മുഖം മൂടിയിട്ട് ഇടയിലിരുന്ന വ്യക്തി. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന സമയം അവിടുന്ന് ആഗ്രഹിച്ചത് എന്താന്ന് ചോദിച്ചാൽ, 10 ആൾക്കാർക്കിടയിൽ അവരെ പോലെ എന്ന് തോന്നുന്ന ഒരു വ്യക്തിയായി നിങ്ങളെ കാണാനല്ല, കർത്താവിനെ നിങ്ങൾ അംഗീകരിച്ച നാൾ മുതൽ അകലം വിട്ട് പിൻചെല്ലാനുമല്ല, നിങ്ങളെ കാണിക്കാനും നിങ്ങളോട് കൂടെ നിൽക്കാനുമാണ് കർത്താവ് ആഗ്രഹിച്ചത്. ഒന്ന്, നിങ്ങളെ ദൈവം ഏറ്റവും മുൻപന്തിയിൽ നിർത്താനും നിങ്ങളിലൂടെ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്താനുമാണ് യേശു ആഗ്രഹിച്ചത്. ഒന്ന്. 2, പലരും ഇരിക്കുന്നത് പോലെ ഇരിക്കാനും ഇരുത്താനും അല്ല ദൈവം ആഗ്രഹിച്ചത്, നിങ്ങളെ കർത്താവിൻ്റെ ഒരു സാക്ഷിയാക്കി നിർത്താനാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ കയ്യിൽ ആയുധമുണ്ടെന്ന് നമ്മൾ വാളുകൊണ്ട് കാത് വെട്ടി എന്ന് വായിച്ചപ്പോൾ മനസ്സിലാക്കി. അപ്പൊ ആയുധമുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും എന്തുകൊണ്ട് 10 പേരിൽ ഒരാൾക്കിടയിൽ 10 പേരിൽ ഒരാൾ എന്നതുപോലെ കുറെ കൂട്ടത്തിന്റെ നടുവിലിരിക്കേണ്ടി വരുന്നു? ആയുധമുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും എന്തുകൊണ്ട് അകലം വിട്ട് അകന്ന് നടക്കേണ്ട ഒരവസ്ഥയിലേക്ക് പത്രോസ് പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക് വന്നു? കാര്യം ഒന്നേ ഉള്ളൂ, മാനുഷികമാകുന്ന ഭയം. 2, നിയമത്തോടുള്ള ഭയം. മാനുഷികമാകുന്ന ഭയം. 2, നിയമത്തോടുള്ള ഭയം. 3, ആയുസ്സിനോടുള്ളൊരു ഭയം. ഇന്ന് ഞാൻ ദൈവാത്മാവിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തരുന്നുണ്ട്, ഇന്ന് ഈ 3 കാറ്റഗറിയിൽ മാത്രം പെടുന്നവരല്ല, വേറെയും കാറ്റഗറി ഉണ്ട്. എന്നാൽ ഈ 3 കാറ്റഗറിയിൽ പെടുന്നവർ ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്ത് ഇരിപ്പുണ്ട്. ചില വിഷയങ്ങൾക്കകത്ത് നിയമപേടികളിൽ ഇരിക്കുന്ന, നിയമത്തെ പേടിച്ചിരിക്കുന്ന ചില വ്യക്തികൾ, നിയമത്തെ പേടിച്ചിരിക്കുന്ന, ചില ഓർഡറിനെ പേടിച്ചിരിക്കുന്ന, നിയമപരമായി ഇനി എന്ത് വിധിയാണ് വരുന്നത് എന്ന് പേടിച്ചിരിക്കുന്ന, നിയമക്കുരുക്കിനകത്തായാൽ എന്ത് ജഡ്ജ്മെന്റ് ആയിരിക്കും എനിക്ക് നേരെ വരുന്നത്
എൻ്റെ വസ്തുവിന് മേൽ വരുന്നത്, എൻ്റെ മേൽ വരുന്നത് എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെ കയ്യിൽ ഭയപ്പെട്ടിരിക്കുന്ന, കയ്യിൽ പ്രാർത്ഥന എന്ന ആയുധമുണ്ടായിട്ടും പ്രാർത്ഥിക്കാൻ ആരോഗ്യമുണ്ടായിട്ടും 10 പേർ എങ്ങനെയോ, ലോക മനുഷ്യരിൽ 10 പേർ എങ്ങനെയോ അങ്ങനെ ഇരിക്കുന്ന ചില കൂട്ടത്തെ ദൈവാത്മാവ് തൊട്ടുണർത്തുകയാണ്. ഒരു കാലം നീ യേശുവിനോട് കൂടെ നിന്ന് ശത്രുവിന്റെ കാതും കഴുത്തും അറുത്ത ഒരു പാരമ്പര്യം പറയാൻ താങ്കൾക്കുള്ളപ്പോൾ, ഇന്ന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ, ഒരു കഷ്ടത വന്നപ്പോ, ഒരു ശൂലമെന്ന് പറയത്തക്ക നിലയിലുള്ള പോരാട്ടം വന്നപ്പോ 10 ലോക മനുഷ്യനു തുല്യമായി നിങ്ങളൊരു ആത്മീയ പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക്, അധികാരത്തിൽ നിന്ന് പിന്മാറിയ ഒരു അനുഭവത്തിലേക്ക്, ഒരു റിട്ടയർമെന്റ് പീരീഡ് പോലെ, ഒരു സസ്പെൻഷൻ പോലെ, ഒരു ഡിസ്മിസൽ പോലെ സാത്താൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞ ആത്മീയ പദവിയിലേക്ക് ഇന്ന് മടങ്ങി വരാൻ ദൈവാത്മാവ് നിങ്ങളോട് അറിയിക്കുകയാണ്. ആമേൻ. ആയുധമുണ്ട്, കാര്യമില്ല. ആരോഗ്യമുണ്ട്, കാര്യമില്ല. പരിശുദ്ധാത്മാവും ഉണ്ട്, കാര്യമില്ല. ബോധവും ഉണ്ട്, ബോധ്യവും ഉണ്ട്, കാര്യമില്ല. എവിടെയോ പിന്മാറിപ്പോകുന്നു. ഒരു ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടപ്പോ ഒരു പിന്മാറ്റം, ഒരു കേസ് വന്നപ്പോ പിന്മാറ്റം, ഒരു ജോലിയിൽ ഒരു സ്ട്രഗിൾ വന്നപ്പോ പിന്മാറ്റം, 10 പേർ നമുക്കെതിരെ നിന്ന് പുച്ഛിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോ പിന്മാറ്റം, രോഗാവസ്ഥയിൽ നിന്നൊരു മുക്തി ഇല്ലാതിരുന്നപ്പോ പിന്മാറ്റം. പക്ഷെ അറിഞ്ഞില്ല പിന്മാറിയത്. പത്രോസിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളൂ, ഞാൻ ഈ കൂട്ടത്തിലുണ്ടല്ലോ, ഞാൻ യേശുവിനെ വിട്ടാക്കുന്നു, ഞാനും 10 പേര് പ്രാർത്ഥിക്കാനിരിക്കുന്നു, അവരുടെ ഇടയിൽ ഞാനും ഉണ്ട്. പക്ഷെ മോനെ, സാധാരണ 10 പേർ കൂട്ടത്തിൽ വന്നിരുന്ന് കൈ തട്ടുന്ന പോലത്തെ ഒരു അഭിഷേകം അല്ല കേട്ടോ നിങ്ങളുടെ മേൽ ദൈവം ഇട്ടേ. മോനെ, 10 പേര് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ, 10 പേര് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഈ 10 പേരും യേശുവിൻ്റെ കൂടെ ശുശ്രൂഷക്കാരായി നടന്നുമില്ല, യേശു കൂടെ നടത്തിയുമില്ല. പക്ഷെ അവരുടെ ഇടയിൽ കയറി ഇരിക്കുന്ന നീ അങ്ങനെ അല്ല, നീ ഒരു വ്യത്യസ്തനാണ്. 10 പേരുടെ കൂടെ ഞാനും ഇരിക്കാനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് കർത്താവ് എന്നെ, നിന്റെ മേൽ ഞാൻ സഭ പണിയൂ എന്ന് പറയേണ്ട കാര്യമുണ്ടോ പത്രോസേ? നീ പത്രോസാകുന്നു, നീ ശീമോനാകുന്നു, നീ പത്രോസാകുന്നു, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയൂ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഈ 10 പേരിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ പോരെ. പക്ഷേ നിങ്ങൾ ദൈവത്തിന് സ്പെഷ്യലാണ്. നീ 10 പേര് കൈതട്ടുന്ന പോലെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ നിന്റെ മേൽ നിറവ് വർദ്ധിക്കും. നിങ്ങളുടെ ടങ്സ് 10 പേര് പറയുന്നത് പോലെ ആയിരിക്കത്തില്ല, നിങ്ങളുടെ ടങ്സ് സ്പെഷ്യൽ ആയിരിക്കും. ഭയങ്കര റിച്ചസ് ലാംഗ്വേജസ് ആയിരിക്കും നിങ്ങളുടെ ടങ്സിൽ വരുന്നത്. കാരണം നീ യേശുവിൻ്റെ കൂടെ നടന്ന് പരിചയിച്ചവനാ. ഞാൻ ആത്മാവിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യം തരും. അങ്ങനെ യേശുവിൻ്റെ കൂടെ രാവും പകലും നടന്നിട്ട് ഇപ്പൊ വല്ലപ്പോഴും മാത്രം സമയം കിട്ടിയാൽ നടക്കാമെന്ന് ചിന്തിച്ചവർ ഇപ്പൊ ഇതിനകത്തുണ്ട്. ഇപ്പൊ സമയമില്ല, ബിസി. ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയത്തില്ല, നിങ്ങളെ ദൈവവും കുറ്റം പറയുന്നില്ല. നിങ്ങളെ തിരുത്താനേ ഇന്ന് ഈ സന്ദേശം കേൾപ്പിക്കുന്ന കർത്താവ്. രാവും പകലും ദൈവത്തോടു കൂടെ നടന്നിട്ട്, നടക്കാൻ എപ്പോഴൊക്കെ അവസരമുണ്ടോ അപ്പോഴൊക്കെ നടന്നിട്ട്, ഇപ്പോ അതേ ജോലിയിൽ നിൽക്കുമ്പോഴും, അതേ കുടുംബത്തിൽ ജീവിക്കുമ്പോഴും, അതേ വീട്ടിൽ താമസിക്കുമ്പോഴും, അതേ 365 ദിവസം തന്നെ ഒരു വർഷത്തിലുള്ളപ്പോഴും, അതേ 24 മണിക്കൂർ ഉള്ളപ്പോഴും നമ്മൾ വല്ലപ്പോഴും സമയം കിട്ടിയാൽ നടക്കാം എന്ന ഒരനുഭവത്തിലേക്ക് പിന്മാറി. പക്ഷെ നമ്മളത് അറിഞ്ഞില്ല പിന്മാറ്റാന്ന്. നമ്മളതിനെ വലിയൊരു സീരിയസ് ആയിട്ട് കണ്ടില്ല. കാരണം കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടും അല്ലലും ഇല്ലാതെ എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും അങ്ങ് നടന്നു പോകുന്നത് കൊണ്ട് നമ്മൾ ചിന്തിച്ചില്ല. പക്ഷെ 10 പേർക്കൊപ്പം കയറിയിരിക്കേണ്ട ഒരാത്മീയ പിന്മാറ്റത്തിൻ്റെ വക്കിലാണ് നിങ്ങൾ എന്ന് നിങ്ങൾ ഓർക്കണം, ഓർക്കാതിരിക്കരുത്. യേശു അവിടെ വെച്ചൊരു നോട്ടം നോക്കി പത്രോസിനെ. എനിക്ക് ഇവനെ എനിക്ക് അറിയല്ല, ഇവനെ ഒന്ന് വിട്ടുകളയ, എന്നെ നിങ്ങൾ എന്തിനാ എന്തു പറഞ്ഞാലും എന്നെ കയറി പിടിക്കും, എനിക്ക് അറിയല്ല ഇവനെ എന്ന് പറഞ്ഞ് തള്ളിയപ്പം അവസാന വട്ടം യേശു ഒന്ന് തല ചരിച്ചൊന്ന് നോക്കി എന്നാ ബൈബിളിൽ എഴുതിയേക്കുന്നത്. തല തിരിച്ചൊന്ന് നോക്കി, എൻ്റെ പൊന്നും മോനെ നിനക്ക് എങ്ങനെ സാധിച്ചടാന്നുള്ളൊരു മാനുഷികമായ ഒരു രോദനം ആ മുഖത്തുണ്ട്. മക്കളെ, നമ്മളൊക്കെ പലവട്ടം ഈ ബാക്ക് സ്ലൈഡ് ചെയ്യുമ്പോഴും നമ്മളെ നോക്കുന്നൊരു മുഖമുണ്ടെന്ന് മറന്നു പോകരുത്. നമ്മൾ നമ്മുടെ വിഷയങ്ങളുടെ മേൽ കരുണ ചെയ്യുന്ന ദൈവവും
നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ കരം വെക്കുന്നൊരു ദൈവത്തെ മാത്രമേ നമ്മൾ ഓർക്കുന്നുള്ളൂ. ദൈവപ്രവർത്തികളെയും ദൈവ കൈകളെയും മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. എങ്ങനെയാ? ദൈവപ്രവർത്തികളെയും ദൈവ കൈകളെയും. കാരണം പ്രവർത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ കൈ, അവിടുത്തെ ശക്തി. പക്ഷെ നമ്മൾ ദൈവമുഖം പലപ്പോഴും നോക്കുന്നില്ല. മുഖം നോക്കണം. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നറിയണമെങ്കിൽ ഞാൻ ഒരു 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 സ്ക്രീൻ കൊണ്ട് എൻ്റെ മുഖം മറച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വോയിസേ കേൾക്കത്തുള്ളൂ. ഞാനിവിടെ എങ്ങനെ ഇരിക്കുന്നു, എൻ്റെ മുഖത്തിൻ്റെ ഭാവം എന്ത്, എനിക്ക് ക്ഷീണമുണ്ടോ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ, സങ്കടത്തിലാണോ, ഒന്നും നിങ്ങൾക്കറിയേല. പക്ഷെ എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാകും, പാസ്റ്റർക്ക് ഇന്ന് എന്തോ. എൻ്റെ ചില ദിവസത്തെ വീഡിയോ ഉണ്ട്, ചില പാസ്റ്റർ എന്തോ പറ്റി, സുഖമില്ലേ, മുഖത്തൊരു വല്ലാത്തൊരു ഡൾനെസ് ആണല്ലോ, എന്തോ പറ്റി, ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. അതെന്തുകൊണ്ട്? നിങ്ങൾ എൻ്റെ മുഖം നോക്കിയത് കൊണ്ടാണ്. മുഖം നോക്കണം. സഹോദര സഹോദരി, നിങ്ങളെ വിളിച്ച, നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ മുഖം നോക്കണം. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കണം. അവിടുന്ന് നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന ഒരു സമയത്തിലാണിത്. നിങ്ങളുടെ ആത്മീയ താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്ന്, ദൈവത്തോടുള്ള കൂട്ടായ്മ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. പ്രാർത്ഥനയില്ല, ദൈവവചന ധ്യാനമില്ല. ഞാൻ ചിലർക്കൊക്കെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവർ 1.5 വർഷം കഴിഞ്ഞാലും അവരുടെ ചില സഹോദരിമാർ ചിരിക്കുക. 1.5 വർഷം കഴിഞ്ഞാലും അവരെൻ്റെ ചാറ്റ് തുറന്നു പോലും നോക്കുകയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ദിവസവും രാവിലെയും വൈകിട്ടും ഗുളിക കിട്ടുന്ന പോലെ, ഗുളിക വിഴുങ്ങുന്ന പോലെ ഈ മനുഷ്യൻ എനിക്ക് ഡെയിലി വീഡിയോ ഇട്ട് തരുമല്ലോ. എന്താണെങ്കിലും അയാൾ ഇട്ടതൊരു വീഡിയോയുടെ ലിങ്ക് ആയിരിക്കും എന്ന് പറഞ്ഞ് ആരും തുറന്നു പോലും നോക്കുകയല്ല. കാരണം അവർ ദൈവമായിട്ട് അത്ര വലിയ ബന്ധമുള്ളത് കൊണ്ടാണ്. ഡസ് ഇൻ മൈൻഡ്, ഞാൻ വെറുതെ ഒരു തമാശ രൂപേണ എൻ്റെ കാര്യമായ ഒരു കാര്യം അവതരിപ്പിച്ചു എന്ന് മാത്രം. എനിക്കതിൽ പ്രതിഷേധമുണ്ട് എന്ന് ഞാൻ പറയാതെ പറഞ്ഞു എന്ന് മാത്രം. ഹല്ലേലൂയ. അപ്പം ദിവസവും ഗുളിക കിട്ടുന്നത് പോലെ 2 നേരം വചനം ഇപ്പം കിട്ടും. പക്ഷെ കിട്ടാത്തൊരു കാലം ഉണ്ടെന്ന് എൻ്റെ ബൈബിൾ പറയുന്നുണ്ട്. ഇപ്പം കിട്ടും, ഡെയിലി രാവിലെയും വൈകിട്ടും എടുത്തു തരുന്നത് പോലെ, ഗുളിക എടുത്തു തരുന്ന പോലെ 2 നേരം കിട്ടും, 3 നേരം കിട്ടും, ചിലപ്പോൾ 5 നേരം കിട്ടും. പക്ഷേ ഇത് കിട്ടാത്ത ഒരു കാലമുണ്ടെന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ വീണ്ടും ഇറാനും ഇസ്രായേലും കൂടെ യുദ്ധം തുടങ്ങിയത്. അടുത്തൊരു യുദ്ധം, കർത്താവിൻ്റെ കാലം, കർത്താവിൻ്റെ വരവിന് മുൻപായി യുദ്ധവും യുദ്ധശ്രുതികളും നിങ്ങൾ കേൾക്കുമെന്ന് പറയുന്നത് പോലെ ലക്ഷണങ്ങളായിട്ടുള്ള വരാറൊന്നും ആയിട്ടില്ല. പക്ഷെ വരവിൻ്റെ സമയം അടുത്തു. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. എൻ്റെ വീട്ടിൽ മിസൈൽ വീണില്ലല്ലോ, എൻ്റെ വീട്ടിൽ ബോംബിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് രസിക്കുകയൊന്നും വേണ്ട. ഭയത്തിൻ്റെ ഒരു കാലമുണ്ട്. അന്നേരം സമാധാനത്തിനു വേണ്ടി തിരുവെഴുത്തു നോക്കുമ്പോൾ ബൈബിളെങ്കിലും കിട്ടിയ ഭാഗ്യം. സ്വന്തമായിട്ട് വായിക്കാൻ അന്ന് തുറക്കും ചിലർ ബൈബിൾ. ഇന്ന് വരെ തുറക്കാതെ പൊടിയും തുടയ്ക്കാൻ വേണ്ടി നോക്കത്തില്ലല്ലോ. വെച്ചേക്കുന്ന സാധനം അന്ന് എവിടെയും ഇരിപ്പുണ്ടോ 66 പുസ്തകം എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ അന്വേഷിക്കട്ടെ. അന്ന് യൂട്യൂബ് തപ്പിയാൽ ചിലപ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾ കാണണമെന്നില്ല. ഒരു 60 സെക്കൻഡുള്ളൊരു ഷോർട്സ് എങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടി കിട്ടുമെന്ന് നോക്കിയാൽ അന്ന് ആ സാധനം കാണണമെന്നില്ല. അന്ന് യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ പോലും കാണണമെന്നില്ല. അന്ന് ദൈവവചനം എന്ന് പറയുന്ന ഒരു മന്ന പോലും കിട്ടണമെന്നില്ല. ആ നിലയിൽ ക്ഷാമമുണ്ടാകുന്നതിന് മുൻപേ താങ്കൾ ഇതൊക്കെ ഉള്ളിലാക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, ദൈവത്തോടുള്ള കൂട്ടായ്മ ഇല്ലാതിരിക്കുക. 22-ാമത്തെ അധ്യായം തന്നെ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം തന്നെ, അതിൻ്റെ 45-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, 45-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ, എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ. 2-ാമത്തെ പിന്മാറ്റത്തിൻ്റെ ലക്ഷണമാണ് 1 പ്രാർത്ഥിക്കാതിരിക്കുക, 2 പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കാതിരിക്കുക. 1 പ്രാർത്ഥിക്കാതിരിക്കുക, 2 പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കാതിരിക്കുക. ഇതിൻ്റെ പ്രധാന കാരണം വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്, വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു എന്ന്. അതിൽ ഇംഗ്ലീഷിലും ഇങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ഹി ഫൗണ്ട് ദം സ്ലീപ്പിംഗ് ഫോർ സോറോ. അവർ ദുഃഖിച്ചു. ഒന്നുകിൽ അവരുടെ ദുഃഖം മാനുഷികമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അധ്വാന
ഭാരം കൊണ്ടുള്ള ദുഃഖമായിരിക്കാം, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും വൈഷമ്യമായിരിക്കും, മല കയറിപ്പോയതല്ലേ അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിന് എന്തെങ്കിലും ദുഃഖം ഉണ്ടാകുന്ന ദുഃഖത്താൽ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സങ്കടമായിരിക്കും. ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഭയങ്കര മടിയാണ്. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര നാണക്കേടാ. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ തന്നെ അവർക്ക് അയ്യോ എന്ന് പറഞ്ഞ് തല കുനിക്കുന്നത് കാണാം. എന്നാൽ ഇവിടെ ഒന്ന് കേട്ട്, ഇവിടെ യേശുവാ പറഞ്ഞത്, ഇവിടെ പാസ്റ്റർ ദീപു അല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, നിങ്ങൾ 1 മണിക്കൂർ ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന്, ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. സഹോദര, ഇതിൽ 2 കാര്യം എടുക്കാനുണ്ട്. ഒന്ന്, പ്രാർത്ഥിക്കാൻ തോന്നാത്ത സമയമാണ് വിഷാദത്തിൻ്റെ സമയം. ഞാൻ നിങ്ങളോടാട്ടോ ഈ ദൂത് പറയുന്നേ. പ്രാർത്ഥിക്കാൻ തോന്നാത്ത സമയമാണ് വിഷാദത്തിൻ്റെ സമയം. കാരണം മനസ്സിലാണ് ഈ വിഷാദം വരുന്നത്, ദുഃഖം വരുന്നത്, സങ്കടം വരുന്നത് നമ്മുടെ മനസ്സിലാണ്. മനസ്സിൻ്റെ അകത്ത് ഈ ഒരു വിഷാദം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ ഒരു രോദനം, ഒരു നടുക്കമൊക്കെ കയറിക്കഴിഞ്ഞാൽ നമ്മളെ പിന്നെ കൺട്രോൾ ചെയ്യുന്നത് മനസ്സായിരിക്കും. മനസ്സ് നമ്മളെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സോള് നമ്മളെ കൺട്രോൾ ചെയ്യുമെന്ന് വേണേൽ പറയാം. അത് നേരെ പിടിക്കുന്നത് ശരീരത്തെയും ഇച്ഛകളെയുമാണ്. നമ്മുടെ സ്പിരിറ്റിനെ അവിടെ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന ഒരു ബോധ്യം കിട്ടാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം പഠിപ്പിക്കുന്നത് പോലെ ആത്മാവിൽ നടപ്പീൻ എന്ന് പഠിപ്പിക്കുന്നത് പോലെ ആത്മാവിൽ നടക്കാൻ പരിശീലിക്കാത്ത ഒരു വ്യക്തി, ഇത് വെറുതെ കേട്ടാൽ നമുക്ക് നടക്കാൻ പറ്റൂല, എഴുതി വെച്ചാൽ നമുക്ക് നടക്കാൻ പറ്റൂല, 10 വട്ടം 10 ബുക്ക് എഴുതി പഠിച്ചാൽ നമുക്ക് നടക്കാൻ പറ്റും. ഇത് നമ്മളെ പരിശീലിപ്പിക്കേണ്ടതാണ്. ആത്മാവ് കൊണ്ട് പ്രാണനെ കൺട്രോൾ ചെയ്യുക, ആത്മാവ് കൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യുക, ആത്മാവ് കൊണ്ട് ശരീരത്തെ കൺട്രോൾ ചെയ്യുക, ആത്മാവ് കൊണ്ട് ഇച്ഛയെ കൺട്രോൾ ചെയ്യുക, ആത്മാവ് കൊണ്ട് വികാരങ്ങളെ കൺട്രോൾ. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ പരിശീലിക്കേണ്ട കാര്യമാണെന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്, അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്, കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവരുടെ സോറോ, ദുഃഖം പല കാരണങ്ങളായിരിക്കും. അവർക്ക് വിശക്കുന്നുണ്ടായിരിക്കും, വിശന്നാൽ ചിലർക്ക് സങ്കടം വരും, ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് സങ്കടം വരും, ഓവർലോഡ് എടുത്താൽ സങ്കടം വരും, പൈസ ഇല്ലെങ്കിൽ സങ്കടം വരും, ഒത്തിരി അധ്വാനം കൂടുവാണെങ്കിൽ സങ്കടം വരും, അധ്വാനത്തിൻ്റെ ഫലം വേണ്ടത്ര കിട്ടിയില്ലെങ്കിൽ സങ്കടം വരും. സ്വാഭാവികമായും മാനുഷികമായ എന്തോ കാരണങ്ങളാൽ പത്രോസും കൂട്ടാളികളും ഉറങ്ങി ഫോർ സോറോ എന്ന് അവിടെ എഴുതിയേക്കുന്നത്. ഹി ഫൗണ്ട് ദം സ്ലീപ്പിംഗ് ഫോർ സോറോ. അവർക്ക് അങ്ങ് വിഷമം വന്നിട്ട് അവർ കിടന്ന് ഉറങ്ങി എന്ന് പറയുന്നു. എനിക്കൊക്കെയാണെങ്കിൽ വിഷമം വന്നാൽ ഉറക്കം വരത്തില്ല, പക്ഷെ ഇവർക്ക് വിഷമം വന്നിട്ട് ഇവരങ്ങ് ഉറങ്ങി. അത് യേശുവിന് സങ്കടം വന്നു. നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. അവിടെ ഒരു ദൂത് കിടപ്പുണ്ട്. എന്നാന്നറിയാവോ? ഓൾറെഡി ഇവരൊരു പരീക്ഷയ്ക്കകത്താ. കാരണം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഇവർ ഉറങ്ങി. ഇത് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണം. നമ്മൾ പ്രാർത്ഥനാ സ്ഥലത്തിരുന്ന് ഉറങ്ങാറുണ്ടോ? നമ്മൾ ദൈവദാസൻ തീപ്പൊരി പോലെയും തീപ്പന്തം പോലെയും തീക്കുണ്ടം പോലെയും നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂർക്കം വലിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കാറുണ്ടോ? ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ തല തട്ടി അറിയാതെ ഇങ്ങനെ പോയ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? മെല്ലെ നിങ്ങൾ തന്നെ നിങ്ങളെ തട്ടിയിട്ടൊന്ന് പറഞ്ഞേ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് വചനം കേൾപ്പിൻ ഒന്ന് പറഞ്ഞേ. അങ്ങനെ അപ്പം തന്നെ ഉറക്കം അങ്ങ് പോകും. അപ്പം ഇതൊരു പരീക്ഷയാണ്. വചനം കേൾക്കുമ്പോൾ നമ്മളെ ഉറക്കുന്നു. വചനം കേൾക്കുമ്പോൾ ആരോ പുറകിൽ തട്ടുന്ന പോലെ, അത് തന്നെ കാര്യം. പുറകിൽ നിന്ന് ആരോ തട്ടുന്നു, അത് തന്നെയാണ് കാര്യം. ഉറക്കിയിടുന്നു. അപ്പം അവർ ഓൾറെഡി ഒരു പരീക്ഷയ്ക്കകത്താണെന്ന് കർത്താവ് തന്നെ പറഞ്ഞു കൊടുത്തു. യേശു പറഞ്ഞു കൊടുത്തു, മക്കളെ നിങ്ങൾ എന്താ ഈ കിടന്ന് ഉറങ്ങുന്നേ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. പരീക്ഷയുടെ തുടക്കേ ആയിട്ടുള്ളൂ നീ പറഞ്ഞത്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ദൈവം കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങളെ കർത്താവ് വിധിക്കുന്നില്ല, നിങ്ങളെ ദൈവം പരിഹസിക്കുന്നില്ല, നിങ്ങളെ ദൈവം തള്ളിക്കളയുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ്, പരീക്ഷയുടെ തുടക്കമാണ് ഈ ഉറക്കം വരൽ. ഏതോ ഒരു വലിയ പരീക്ഷയുടെ തുടക്കമാണ് ഈ ഉറക്കം വരൽ. അതിനകത്ത് നിങ്ങൾ അകപ്പെടാതിരിപ്പാൻ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക, എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക, എഴുന്നേറ്റ് നടന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നീ ഇരുന്നാൽ ഉറങ്ങുമെങ്കിൽ നടന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അല്ലേ? അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ പരീക്ഷ നിങ്ങളൊന്ന് ഓർത്തേ. മഹാപുരോഹിതന്മാർ വന്നു, അദ്ദേഹത്തിൻ്റെ ആ ഭടന്മാർ വന്നു, യേശുവിനെ പിടിച്ചു. അപ്പോഴാ പത്രോസ് അകലം വിട്ട്, പരീക്ഷ കണ്ടോ,
അകലം വിട്ടു നടന്നു. രണ്ടാമത്തെ പരീക്ഷ കർത്താവിനോട് പിന്നെ അകലമായി. ആദ്യം പ്രാർത്ഥനയിൽ നിന്ന് അകന്നു, പിന്നെ കർത്താവിൽ നിന്നകന്നു. മൂന്നാമത് യേശുവിനെ വിധിക്കുന്ന സമയത്ത് 10 പേരുടെ നടുവിൽ കയറിയിരുന്നു. ഇത് വീണ്ടും അകന്നു. മക്കളെ, അകലം സംഭവിക്കുന്നത് മെല്ലെ മെല്ലെയാണ്. നമ്മൾ ഈ ശക്തി പഴയതുപോലെ ഒന്നും പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ഏക്കണില്ല എന്ന് പറയൂലേ. ഏൽക്കണമെങ്കിൽ നീ നിത്യ അഭ്യാസിയായിരിക്കണം. വല്ലപ്പോഴും വന്ന് കുന്തു പറഞ്ഞു നോക്കിയാൽ പോരാ. ഞാൻ പണ്ട് മേജറായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇവിടെ ഏക്കൂല. ഇവിടെ ഓരോ ദിവസവും മനുഷ്യർ മാത്രമല്ല, സാത്താൻ ഇന്നോവേറ്റീവായിട്ടാണ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഹല്ലേലൂയ. സാത്താൻ ഇന്നോവേറ്റീവായിട്ടാണ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. സോ അപ്ഡേറ്റഡ് ആയിരിക്കണം. സ്പിരിച്വൽ ലൈഫിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. അല്ല, ഞാൻ പണ്ട് പോലീസുകാർക്ക് നിക്കറായിരുന്നു, ഇപ്പൊ നിക്കറാണോ? അല്ല, പാൻ്റായി. അപ്ഡേറ്റഡ് ആയി. ഞാൻ പണ്ട് എൻ്റെ അച്ഛൻ പോലീസായിരുന്നു, വന്ന് നിക്കറായിരുന്നു എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പോലീസ് ആവണമെങ്കിൽ നിക്കറിട്ടാ പോലീസ് ആവൂല, പാൻ്റ് ഇട്ടാലേ ആവൂ. അവരുടെ യൂണിഫോം അതാണ്. സോ ആത്മീയമാകുന്ന യൂണിഫോം അപ്ഡേറ്റഡ് ആകുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ഓരോ പോലീസുകാരും എല്ലാം കാക്കിയാണെന്ന് പറയരുത്. ഓരോ കാക്കിക്കും ഓരോ നിറമാണ്. ഓരോ പൊസിഷനിലുള്ള പോലീസുകാരുടെ യൂണിഫോമിന്റെ കാക്കിയുടെ നിറത്തിന് വ്യത്യാസമുണ്ട്. ഇതുവരെ അറിയത്തില്ലെങ്കിൽ ഇന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയോ, അല്ലെ ഏതെങ്കിലും ഒരു പോലീസ് യൂണിഫോം എടുത്ത് നിങ്ങൾ നോക്കിയോ. പോലീസ് യൂണിഫോം എന്ന് പറഞ്ഞു തന്നിട്ട് ഓരോരുത്തർക്കും ഓരോന്നാണ്, നിറമാണ്. അതുപോലെ ആത്മീയമാകുന്ന തട്ടിൽ നിൽക്കുന്ന ഏതൊക്കെ പൊസിഷനിൽ നിൽക്കുന്നവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരിക. ഞാൻ എൻ്റെ വാക്ക് പെട്ടെന്ന് ഉപസംഹരിക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ കാര്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്ന്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:5. ഓ ജീസസ്. എബ്രായർ 10:5 അതിലേക്ക് വരുമ്പോൾ, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമയാഗങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. 8-ാമത്തെ വാക്യം, ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആരാധനയിൽ സംബന്ധിക്കാതിരിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. രണ്ടാമത്തതിനെ സ്ഥാപിക്കാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു എന്ന് പറയുമ്പോൾ ന്യായപ്രമാണം യേശു കർത്താവ് നീക്കി എന്നൊരർത്ഥമല്ല. ന്യായപ്രമാണം ആര് പാലിച്ചു എന്ന് ചോദിച്ചാൽ മോശ പാലിച്ചു എന്ന് പറയാനൊക്കത്തില്ല. അത് യേശുക്രിസ്തുവാണ് പാലിച്ചത്. ന്യായപ്രമാണത്തിലുള്ള സകല വിധികളും സകല നിയമങ്ങളും യേശുക്രിസ്തു പാലിച്ച് അതിന് അറുതി വരുത്തിയതിന് ശേഷം യേശുക്രിസ്തുവിനാൽ ഉൽപ്പാദിതമാകുന്ന ഒരു പുതിയ നിയമം കർത്താവായ യേശു നിമിത്തം സ്ഥാപിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ച് നിയമങ്ങൾ നമുക്ക് തന്നു മാറുകയാണ് യേശു ചെയ്തത്. പൂർത്തീകരിച്ചിട്ടല്ല, അത് കണ്ടിന്യൂ ചെയ്യാനാണ് എന്നെ നിങ്ങളെ കർത്താവ് അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ ഇതറിയണമെന്നുണ്ടെങ്കിൽ ആരാധനയിൽ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ആരാധനയിൽ സംബന്ധിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങളിൽ ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായി കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. മത്തായി എഴുതിയ സുവിശേഷം 10:33 വരുമ്പോൾ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന ഒരു മനോഭാവമുള്ള ഒരു വ്യക്തി ആത്മീയ പുരോഗതിയിലും ക്രിസ്തുവിനെ സാക്ഷീകരിക്കാത്ത അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം കിട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ തോന്നാത്ത ഒരു വ്യക്തി
ആത്മീയ പിന്മാറ്റത്തിലുമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അത് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യുന്ന വ്യക്തികളുണ്ട്, വീഡിയോ ഷെയർ ചെയ്യുകയേ ചെയ്യാത്ത വ്യക്തികളുണ്ട്. നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ ലിങ്കുകൾ സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്, സ്റ്റാറ്റസ് ഇടുകയേ ചെയ്യാത്തവരുണ്ട്. ചിലർ സ്റ്റാറ്റസ് ഇടുന്നത് അവർക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടും ചിലർ സ്റ്റാറ്റസ് ഇടാത്തത് അവർക്ക് പ്രൈവസി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങൾ അവർക്ക് ഉള്ളത് കൊണ്ടുമാകാം. അങ്ങനെയുള്ളവർ പോട്ടെ. എന്നാൽ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കെ ദൈവവചനങ്ങൾ ഷെയർ ചെയ്താലും ഒരു പ്രശ്നവും ഇല്ലാതിരിക്കെ, ആരും ചോദ്യം ചെയ്യാനില്ലാതിരിക്കെ, സ്റ്റാറ്റസ് ഇട്ടാലും ആരും ചോദ്യം ചെയ്യാനില്ലാതിരിക്കെ, ഒരു വ്യക്തിയോട് പോയി സുവിശേഷം പറഞ്ഞ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുവാൻ അവസരമുണ്ടായിട്ടും പറയാത്തവനായിരിക്കെ, സ്വന്തം കാര്യങ്ങൾക്കകത്ത് മാത്രം ഒതുങ്ങുന്നവനായിരിക്കെ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നാൽ ഒന്നും ചെയ്യാത്തവനായിരിക്കെ, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു സർക്കിളിനകത്ത് നമ്മൾ സേഫ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഇരിക്കെ, ആ വ്യക്തിക്ക് ഒരാത്മീയ പുരോഗതി ഇല്ല എന്നും ഒരാത്മീയ മുന്നേറ്റം ഉണ്ടാകുന്നു എന്നും നമുക്ക് പറയുവാൻ കഴിയത്തില്ല. തിരുവെഴുത്ത് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ മുമ്പിൽ ഞാനും ഏറ്റു പറയും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ. ഞാൻ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്ക് വേണ്ടി ഒരു ക്രിട്ടിക്കൽ ടൈമിൽ ദൈവസന്നിധിയിൽ സംസാരിക്കുന്ന ഒരാത്മാവുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ആ കാര്യം. നമ്മുടെ ക്രിട്ടിക്കൽ ടൈമിൽ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ചില കാര്യങ്ങൾക്ക് നമ്മളങ്ങ് മനസ്സ് തകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ മറുപടി വരുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ, ഓ കർത്താവേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ, സ്തോത്രം, നിനക്ക് 1000 കോടി സ്തോത്രം അർപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ വിടുതൽ എങ്ങനെയാണ് വന്നതെന്ന്? നമ്മൾ വിചാരിക്കും എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി എന്നൊക്കെ പറയുന്ന ഭയങ്കര അഹങ്കരിക്കാൻ വരട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ എപ്പോഴും സംസാരിക്കാൻ അർഹതയുള്ള ഒരു പുണ്യ ആത്മാവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അല്ല, നമ്മൾ ഡയറക്റ്റ്ലി അവിടെ ഇടിച്ചു കയറി ചെന്ന് കാര്യമൊക്കെ ബോധിപ്പിച്ച് സീലും മേടിച്ചുകൊണ്ട് ഇറങ്ങി വന്നതല്ല. നമ്മുടെ പ്രെയർ യേശുവിനെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കും. നമ്മുടെ മനോഭാവം അതിന് വലിയൊരു ഘടകമാണ്. നമ്മുടെ ജീവിതം വലിയൊരു ഘടകമാണ്. നമ്മുടെ വിശ്വാസം വലിയൊരു ഘടകമാണ്. നമ്മുടെ ആത്മീയമാകുന്ന ആത്മമണ്ഡലത്തിൻ്റെ ശക്തി വലിയൊരു ഘടകമാണ്. കാരണം ഇതൊക്കെ ശക്തി ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥന തടസ്സം തകർത്ത് ഉയരത്തിലോട്ട് എത്തത്തുള്ളൂ. അതൊക്കെയാണ് ഉദ്ദേശം. എന്നിട്ട് നമ്മളുമായി വ്യക്തമായി അറിയുന്ന യേശുവിന് പിതാവിൻ്റെ സന്നിധിയിൽ സംസാരിക്കേണ്ടത് വളരെ വലിയൊരു ഘടകമാണ്. ആരെക്കുറിച്ചാണ് യേശു എപ്പോഴും ഓർക്കുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴും തൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ യേശു ഓർക്കും. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. നമ്മൾ ഇത് ന്യായവിധി സമയത്താണ് ഏറ്റുപറയുന്നതെന്ന് മാത്രം നിങ്ങൾ വാദിക്കരുത്, പറയരുത്. നമുക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന ഹാബേലിനേക്കാൾ ഗുണകരമാകുന്ന ഒരു രക്തത്തിൻ്റെ ഉടമയാണ് യേശു. അല്ലാതെ അതുവരെ പിതാവുമായിട്ട് മിണ്ടാതിരുന്നിട്ട് നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് മാത്രം പിതാവിനോട് വാ തുറക്കുന്ന ഒരു യേശു അല്ല നമുക്ക് വേണ്ടി സ്വർഗത്തിലുള്ളത്. എപ്പോഴും പിതാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു യേശു അത്രേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലുള്ളത്. അതുകൊണ്ട് ആ യേശു സംസാരിക്കുന്നു. ആ യേശു നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. സഹോദരി, നിങ്ങൾക്ക് വേണ്ടി യേശു സംസാരിക്കുന്നു. നിങ്ങൾ കരയുന്നതിനെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. നിങ്ങൾ തലമുറകളെക്കുറിച്ച് വിലപിക്കുന്നതിനെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ മഹാദുഃഖത്തിൻ്റെ കാരണത്തെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. അതുകൊണ്ടാണ് പല കാര്യങ്ങൾക്കും ഉത്തരം വന്നത്. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു യേശു. ആരോ പറയുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലാത്തതാ പാസ്റ്റർ എൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖം, എനിക്ക് എൻ്റെ വിഷയം ഷെയർ ചെയ്യാൻ ഒരാളില്ലാത്തതാ എൻ്റെ ഏറ്റവും വലിയ ദുഃഖം, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരും ഇല്ലാത്ത എൻ്റെ ഏറ്റവും വലിയ ദുഃഖം. ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, നമുക്ക് വേണ്ടി ഒരു യേശു മധ്യസ്ഥൻ സംസാരിക്കുന്നു. കാരണം നിങ്ങൾ നല്ല സമയത്തൊക്കെ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് പലരോടും പറഞ്ഞൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും തിരുനാമ മഹത്വത്തിന് വേണ്ടി ചെയ്തൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ പോകുന്ന വഴിക്ക് ട്രാക്റ്റ് കൊടുത്ത് കർത്താവിനെ കുറിച്ച് പറഞ്ഞോ ഇല്ലയോ, ട്രാക്റ്റ് ഒരു വ്യക്തിയോട് ചിരിച്ചുകൊണ്ട് കൊടുത്ത വ്യക്തിയായിരിക്കാം.
നിങ്ങൾ ചില ദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കർത്താവ് ഈ ദേശം സുവിശേഷവൽക്കരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയായിരിക്കാം. കർത്താവിന് ഹാപ്പി ആകുന്ന, ദൈവത്തിന് സന്തോഷകരമാകുന്ന എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളത് ദൈവത്തെ ഉയർത്തുക ചെയ്ത്, നിങ്ങൾ ദൈവത്തെ ഉയർത്തുക ചെയ്ത്. നമ്മൾ ചിലരുടെയൊക്കെ സംസാര രീതി കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവർക്ക് ഏത് ക്രിസ്ത്യാനിയടാ എന്ന് ചോദിക്കും. ആർക്കാ ദോഷം പോയ? അവർക്കല്ല ദോഷം പോയെ, ക്രിസ്ത്യാനി, ക്രിസ്തുവിൻ്റെ അനുയായി ക്രിസ്ത്യാനി. അപ്പൊ ക്രിസ്തുവിന് ആ ദോഷം പോയെ. അപ്പൊ അവർ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണോ, ദൈവനാമ ദോഷത്തിന് വേണ്ടിയിട്ട്? അപ്പൊ അവരുടെ ക്യാരക്ടർ അതാണ്. എന്നാൽ ചിലരെ കണ്ടാൽ ഓ, യേശു അവരുടെ മേൽ ഇറങ്ങി നിന്ന് പ്രകാശിക്കുന്നത് പോലുണ്ട്. അവരുടെ ചിരി കണ്ടാൽ തന്നെ നമുക്കൊരു സമാധാനമാണ് എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ? നിങ്ങൾ ദൈവത്തെ മഹിമപ്പെടുത്തുക ചെയ്തേ. നിങ്ങൾ ദൈവത്തെ നിങ്ങളൊരു സാക്ഷിയായി, മറ്റതോ ദൈവത്തിനൊരു ദോഷിയായി. ഇതൊക്കെ ഏത് ക്രിസ്ത്യാനിയാടാ? ഇതൊക്കെ ഏത് ചർച്ചിലെയാടാ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ എങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുന്നേ? ഒരു കരുണയില്ലാത്ത, ഒരു ചിരിയില്ലാത്ത, ഒരു സ്നേഹമില്ലാത്ത ആൾക്കാരെ നോക്കുമ്പോൾ ഭൂതബാധിതൻ വന്നല്ലോ ഈ നിലയിൽ അളക്കുന്ന, അവരങ്ങ് അളക്കുക. വന്ന വ്യക്തി ഭൂതമാ, ഫുൾ ഭൂതമാ, ഞാൻ മാത്രമുണ്ട് അതൊന്നും ഇല്ലാതെ ഇരിക്കുന്നൊരു സാധനം. ആത്മാവുള്ളവൻ അവരിലേക്ക് നോക്കിയാൽ മനസ്സിലാവും മിനിമം 14 ഇറക്കാൻ കാണും. പ്രശംസിക്കുന്നെങ്കിൽ ക്രിസ്തുവിൽ പ്രശംസിക്കണം. നമ്മൾ ആരെയും മാർക്കിടാനും വിധിക്കാനും ഒന്നും പോണ്ട. ആത്മാവുള്ളവൻ ചിലപ്പോൾ നമ്മളെ നോക്കുമ്പോൾ കാണും, സാറേ ഒരു കാര്യം പറയാനുണ്ട്, ദൂത് പറയാനുണ്ടായിരുന്നു. എന്താ സഹോദര പറഞ്ഞാട്ടെ, ആ ദൂത് ഞാനൊന്ന് കേൾക്കട്ടെ, ചാർജ് ആകട്ടെ. ചാച്ചൻ്റെ മേലൊരു 20 ഭൂതം ഇരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. നമുക്കതൊന്ന് പ്രാർത്ഥിച്ചാൽ ഇപ്പം സാധനങ്ങളാവും. സ്തോത്രം. ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നെങ്കിൽ ഇതെല്ലാം കാര്യമാണ്. പ്രാർത്ഥിക്കുന്നവൻ്റെ മേലും ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ അറിയത്തില്ല. കാര്യം എന്താ? ഞാൻ എല്ലാം തികഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ തിരുവെഴുത്ത് പറയുന്ന അനുദിനം ശോധന ചെയ്യണമെന്നാണ് പറയുന്നത്. അനുദിനം ശോധന ചെയ്യണം. ഈ ബൈബിൾ തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാൻ വരുന്നവരും എല്ലാം വായിക്കുന്നത്. അപ്പം ഞാൻ വായിക്കുമ്പോൾ എനിക്കുള്ള ദൂതാത്. ഞാനും ഇരുന്ന് ശോധന ചെയ്യണം. നമ്മളും പലതിനെ കുത്തി കളക്കുന്ന സാധന, നമ്മളും പലരും ഇരിക്കുന്ന സാധനം കുത്തി കളക്കുന്ന. ശോധന ചെയ്യണം. കവർ ചെയ്യപ്പെടണം. ദൈവ സാന്നിധ്യം കൊണ്ട് കവർ ചെയ്യപ്പെടണം. ദൈവകൃപയിൽ കവർ ചെയ്യപ്പെടണം. തികഞ്ഞതൊരൊറ്റ വ്യക്തിയുള്ളത്, അത് യേശുവാണ്. അവരുടെ എല്ലാ ആത്മീയ അഹങ്കാരവും മാറ്റി, എല്ലാ ആത്മീയ ഹുങ്കും മാറ്റി, എല്ലാ സ്ഥാനപ്പോരും മാറ്റി, എല്ലാ കസേരയുടെ ചിന്തയും മാറ്റി, യേശുവിൻ്റെ നാമത്തിൽ താഴ്മയുടെ ആത്മാവിനെ പ്രാപിച്ച് ദൈവസന്നിധിയിൽ ശുദ്ധീകരണത്തിന് സമർപ്പിച്ച് ഞാൻ ഒരു പടി പോലും ആത്മീയ പിന്മാറ്റത്തിൻ്റെ വികാരത്തിൽ ഞാൻ ഭരിക്കപ്പെടുന്നില്ല, ആത്മാവിൽ ഞാൻ ഭരിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ഇരട്ടി ശക്തിക്ക് യോഗ്യനായാൽ, പൗലോസ്ലീഹ പറഞ്ഞതുപോലെ പഠിപ്പിക്കാൻ മാത്രം വായിക്കേണ്ടി വരത്തില്ല. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം തികച്ചു, ഓട്ടം തികച്ചു, ഇനി നീതിക്കായുള്ള കിരീടത്തിനായി സ്റ്റിൽ ഐ ആം വെയിറ്റിംഗ് എന്ന് പറയാൻ പറ്റും. ആമേൻ. സ്തോത്രം കുറഞ്ഞു, സാരമില്ല, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവാത്മാവിനെ അനുസരിക്കാതിരിക്കാതെ പറഞ്ഞ് നിർത്തുവാട്ടോ, സമയം കഴിഞ്ഞു. ദൈവാത്മാവിനെ അനുസരിക്കാതിരിക്കുക എന്നത് മറ്റൊരു ആത്മീയ പിന്മാറ്റത്തിന്റെ ലക്ഷണമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്താ നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായേ? എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത് പറയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ എനിക്ക് പറ്റൂ. ആമേൻ. എൻ്റെ കൂടെ ചേരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കാനും നമുക്ക് പറ്റത്തില്ല. നമ്മൾ പാപി. നിങ്ങൾ ആദ്യം ആ പേര് നിങ്ങളുടെ തലേന്നെടുത്ത് കളയാൻ തയ്യാറാവണം. ഞാനൊക്കെ പാപിയാ, ദോഷിയാ. കുഞ്ഞെ, നീ ആ ചിന്തയിൽ നിന്ന് പൊട്ടി പുറത്തു വരാതെ നിനക്ക് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഭയങ്കര പാപം ചെയ്തൊരു വ്യക്തിയായിരിക്കും, പുറത്തു പറയാൻ പറ്റാത്ത പാപമായിരിക്കും ചെയ്ത്.
അതെല്ലാം ദൈവത്തിൻ്റെ സന്നിധി നിങ്ങൾ ഏറ്റു പറഞ്ഞൊരു വ്യക്തിയാണ്, നിങ്ങൾ സ്നാനമേറ്റൊരു വ്യക്തിയാണ്, നിങ്ങൾ സ്നാനം കഴിച്ചൊരു വ്യക്തി. പക്ഷെ നിങ്ങൾ അതിനകത്ത് ഇനി കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കെ പിന്നെ നിങ്ങൾ പഴയ ചിന്തയിലോട്ട് പോകാതെ നിങ്ങളിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കർത്താവിൻ്റെ മുഖം നിങ്ങൾ തിരിച്ചറിയൂ. എന്നിട്ട് നിങ്ങൾ ആ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കൂ. എന്നിട്ട് ഈ വചനം ഒന്ന് വായിക്കൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്താ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, നമ്മൾ പണ്ട് ചെയ്ത പാപത്തെക്കുറിച്ച് പിന്നെ ഓർത്തോണ്ടിരിക്കുന്നതും പണ്ട് ചെയ്ത പാപത്തെ പിന്നെയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്നതുമാണ്. മനസ്സിലായോ? എന്നിട്ട് തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തെ വീണ്ടെടുപ്പിന്റെ നാളിനായി ഇടപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നത് കൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നവർ ആയിരിക്കണം എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. നമ്മൾ ഒരു വ്യക്തിയോട് ക്ഷമിക്കാതിരിക്കുന്നത്, ഒരു വ്യക്തിയെ സ്നേഹിക്കാതിരിക്കുന്നത്, ഒരു വ്യക്തിയെ സഹായിക്കാതിരിക്കുന്നത്, പ്രാർത്ഥിക്കാതിരിക്കുന്നത്, കൂട്ടായ്മയിൽ പങ്കെടുക്കാതിരിക്കുന്നത്, ആരാധനയിൽ പങ്കെടുക്കാതിരിക്കുന്നത്, ദൈവവചനം നമ്മൾ ശ്രദ്ധിക്കാത്തത്, നിരസിക്കുന്നത്, ദൈവത്തോട് അടുക്കാത്തത്, ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ദുഃഖമാണ്. നമ്മൾ കിടന്ന് ചാടി കൈയൊട്ടി തുള്ളി ഉരുണ്ട് മറിഞ്ഞ് ഡിസ്കോ കളിക്കുന്നത് മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ സന്തോഷിക്കുന്ന പരിശുദ്ധാത്മാവും ഉണ്ട്. കാരണം നമ്മുടെ ആദിയിൽ ദൈവം ദുഃഖിച്ചതും ദൈവം ഭൂമിയെ മനുഷ്യനെ കേഴ്സ് ചെയ്തത് എപ്പോഴാ? അത് പ്രവൃത്തിയിലെ ദോഷം കൊണ്ടാണ്. സോ നമ്മുടെ പ്രവൃത്തിയിൽ സന്തോഷിക്കുകയും പ്രവൃത്തിയിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, ഇന്നുമുണ്ട്. അന്നത്തെ ദൈവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ ആദ്യം മുതൽ പ്രവൃത്തിയിൽ ആദിയിലെ ദൈവത്തിന്റെ സന്തോഷം എന്തായിരുന്നു? കർത്താവ് ഇറങ്ങി വരുമ്പോൾ ദൈവം ഒരുമിച്ച് ആദം ഹവ്വാമാർ ഒരുമിച്ച് കർത്താവിനോടുകൂടെ കോർഡിനേറ്റ് ചെയ്യുന്നു. അവർ ഒരുമിച്ച് ഭക്ഷിക്കുന്നു, അവർ ഒരുമിച്ച് പഴം പറിക്കുന്നു, ഒരുമിച്ച് അവർ ഫ്രൂട്ട് കഴിക്കുന്നു, അവർ ഒരുമിച്ച് ആരാധിക്കുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കുക. അവർ സന്തോഷിക്കുന്നു, അവർ കളിക്കുന്നു, കർത്താവിനോട് കൂടെ കളിക്കുന്നു. ആ ഒരു സന്തോഷമാണ്. അപ്പനും മക്കളും വരുമ്പം ഞാൻ അപ്പൻ നീ കൊച്ച് എന്ന് പറഞ്ഞാൽ അപ്പൻ ഭയങ്കര ഹെഡ് വെയിറ്റ്. അപ്പൻ പിള്ളേരെക്കാൾ ചെറിയവനാകും. നിങ്ങൾക്ക് അതൊന്നും കാണാൻ പയ്യെങ്കിൽ എൻ്റെ വീട്ടിൽ വാ, ഞാൻ കാണിച്ചു തരാം. പിള്ളേരെക്കാൾ ചെറുതാവും അപ്പൻ, പിള്ളേരെക്കാൾ ചെറുതാവും. ഞങ്ങളോട് കളിക്കും സമയം കിട്ടുന്ന പോലെ കേട്ടോ, എപ്പോഴും ഇല്ല, സമയം കിട്ടുന്ന പോലെ നമ്മൾ പിള്ളേരെ പോലെ കളിക്കും. ദൈവം അങ്ങനെ തന്നെയാണ്. അല്ലോ ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല. അതാണ് ദൈവത്തിന്റെ സന്തോഷം. മോനെ, മനുഷ്യനോടുകൂടി ഇരിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ശരീരത്തിനകത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നത്. അത് ദൈവത്തിന്റെ സന്തോഷമാണ്. എന്നാൽ പിന്നെ സ്വർഗത്തിൽ വലിയൊരു ഗോപുരം ഉണ്ടാക്കി അവിടെ തന്നെ ഇരുന്നാൽ മതിയല്ലോ. ഈ വചനമൊന്നും ഇവിടെ എഴുതണ്ടല്ലോ. നമ്മുടെ ഉള്ളിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര സിമ്പിളാണ് കർത്താവ്. നോക്കിക്കേ, എത്ര സിമ്പിളാണ് കർത്താവ്. ഈ കർത്താവിനെ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പിന്മാറ്റത്തിനകത്തൊക്കെ നിൽക്കുന്നത്. നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളത് ഒരു ഇരട്ടി ശിക്ഷയ്ക്ക് യോഗ്യരല്ലയോ? അല്ലേ? ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കർത്താവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. സോ ഞാൻ എങ്ങനെ എനിക്ക് പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കാൻ പറ്റും പാസ്റ്റർ? നിങ്ങൾ ഇന്നു മുതൽ ആരാധനയിൽ സംബന്ധിക്കുക. നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥനയിൽ ഒരു ചിട്ട വരുത്തുക. നിങ്ങൾ ഇന്നു മുതൽ ദൈവനാമ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ ചെറിയ 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 കാര്യങ്ങൾ, വലിയ കാര്യമൊക്കെ നമുക്ക് പിന്നെ പറയാം, എന്തൊക്കെ ചെറിയ 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 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മറന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അത് കാണുന്നവണ്ണം നിങ്ങൾ എഴുതി ഒട്ടിച്ച് വെക്കുക. നിങ്ങളൊരു വീഡിയോ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയോട് സുവിശേഷം പറയുക. നിങ്ങൾക്ക് സുവിശേഷം പറയാൻ അറിയാത്ത വ്യക്തിയാണെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വല്ലപ്പോഴും ഫോൺ വിളിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എടാ ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്, എനിക്ക് അറിയുന്നത് പോലെ ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ മതം മാറ്റാൻ നടക്കുന്നൊരു വ്യക്തിയല്ല, നിങ്ങൾ മനസ്സുകളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ദൈവം മതമൊന്നും മാറ്റിയില്ല, എൻ്റെ മനസ്സാ മാറ്റിയത്. എനിക്ക് അങ്ങനെ ഒരു ദൈവത്തെ അറിയൂ. ഹല്ലേലൂയ. പ്രശ്നം അത്ര എൻ്റെ മനസ്സിനായിരുന്നു, ബന്ധനം അത്ര എൻ്റെ മനസ്സിനായിരുന്നു, പോരാട്ടം അത്രയും, ഭൂതം അത്രയും, കോപം അത്രയും. മാനസാന്തരപ്പെടുക, 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 മാനസാന്തരപ്പെടുക മാത്രമേ ഞാൻ ഈ തിരുവെഴുത്തി നോക്കിയിട്ട് കാണുന്നുള്ളൂ.
എല്ലാ പ്രശ്നവും മനസ്സാണ്. അവിടെ ഒന്ന് രൂപാന്തരപ്പെട്ടാൽ പിന്മാറ്റം മാറും, അഭിഷേകത്തിൻ്റെ കുറവ് മാറും, ആത്മീയ രോഗം മാറും, എല്ലാ തരത്തിലുള്ള ജഡത്തിൻ്റെ പ്രവൃത്തി മാറും, അങ്ങനെ എല്ലാം മാറും. ആളെ പുതിയതാകും, എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ പോലെയാകും. അങ്ങനെ ക്രിസ്തുവിനെ പോലെ ആകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാകുന്നു താങ്കൾ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവവും നമ്മൾ ആരെയും വിധിക്കാൻ പോണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, ആരെയും കുറ്റം പറയാൻ പോണ്ട. പുള്ളി അത്ര ശരിയല്ല, പുള്ളിയുടെ പോക്കത്ര ശരിയല്ല, നമ്മൾ ആരെയും വിധിക്കാൻ പോണ്ട. കുറ്റാരവവും ദൂഷണവും സകല ദുർഗുണങ്ങളുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്നാണ് പൗലോസ് അവിടെ കൽപ്പിക്കുന്നത്. ഇവിടെ കൽപ്പിക്കുന്നതാണ്, വിട്ടൊഴിഞ്ഞു പോകട്ടെ. അതൊരു കൽപ്പനയാണ്. നിങ്ങൾക്ക് വായിച്ചിട്ട് അങ്ങനെ തോന്നിയില്ലേ? എന്ന് നോക്കിയേ, വിത്ത് ഓൾ മാലീസ് എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. കണ്ടോ, അവിടുന്ന് എല്ലാ ദുർഗുണങ്ങൾ സകല, ഇത് തന്നെ സ്പിരിറ്റാണ് കേട്ടോ. ഇതൊരു സ്പിരിറ്റാണ്. ഈ കയ്പ്, കോപം, ക്രോധം, കുറ്റാരവം, ദൂഷണം, സകല ദുർഗുണങ്ങൾ, ഇതൊരു സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റിനെ കുറിച്ച് എൻ്റെ പ്രെയർ റൂമിൽ കർത്താവ് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്. പ്രെയർ റൂമിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു സ്പിരിറ്റാണ്. സകല ദുർഗുണങ്ങളുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞത് കൽപ്പന. അത് വായിക്കുന്ന, ആ ലേഖനം വായിക്കുന്ന ഒരു വ്യക്തിയിൽ തീർച്ചയായിട്ടും ഹോളി സ്പിരിറ്റ് ആ ഒരു പ്രവൃത്തി ചെയ്തിരിക്കും. അതൊരു കൽപ്പന. വിട്ടൊഴിഞ്ഞു പോകാൻ പ്രാർത്ഥിപ്പിക്കുന്നതല്ല, സകല ദുർഗുണങ്ങളുമായി വിട്ടൊഴിഞ്ഞു പോകട്ടെ. അതൊരു കൽപ്പനയിലാണ് ആ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പറയുകയാണ്, നിങ്ങളെ ആ ദുർഗുണത്തിന്റെ അടിമകളാക്കി വെച്ചിരിക്കുന്ന, ആ ദുർഗുണത്തിന്റെ വക്താക്കളാക്കി വെച്ചിരിക്കുന്ന സകല ദുർഭൂതങ്ങളുടെയും സകല പ്രേരണയും ഈ സെക്കൻഡിൽ നിങ്ങളെ വിട്ടൊഴിയാൻ പോകുവാണ്. എത്ര ദൈവമക്കൾക്ക് ഒരു പുതിയ ആത്മീയ ചൈതന്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്? ഒരു പുതിയ ആത്മീയ ചൈതന്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവരെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കരം വെക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗം നിങ്ങളുടെ മേൽ കരം വെക്കാൻ ആഗ്രഹിക്കുകയാണ്. Come on, എല്ലാ ദൈവമക്കളും in the name of Jesus. പ്രാർത്ഥിച്ചേ, എല്ലാ ദൈവമക്കളും ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ. എല്ലാ ദൈവമക്കളും ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ. നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ചില അനുഗ്രഹങ്ങളെ തടയുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്വഭാവങ്ങളുണ്ട്. ചില അനുഗ്രഹങ്ങളെ, ചില വിടുതലുകളെ തടയുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഒന്ന് ചേർന്ന് പറഞ്ഞേ, ചില സ്വഭാവങ്ങളുണ്ട്. ചില സ്വഭാവങ്ങളുണ്ട്. ഇന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പോലും അറിയാതെ എന്നിൽ കയറിയിരുന്ന് അങ്ങനെയുള്ള മാൽ പ്രാക്ടീസ് ചെയ്യുന്ന ദുഷ്ടന്റെ ആത്മാവുണ്ടെങ്കിൽ ഇപ്പോൾ അത് എന്നെ വിട്ടൊഴിഞ്ഞു പോയേ മതിയാകും. In the name of Jesus. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഒരു പിന്മാറ്റത്തിൽ നിന്ന് കർത്താവ് ചിലതിന്റെ മേലൊരു പുതിയ മാന്റിലിട്ട് ഇന്ന് ഒരു പുതിയ ആത്മീയ ചൈതന്യത്തിലേക്ക് കടത്താൻ പോകുവാണ്. ഒരാത്മീയ ചൈതന്യത്തിലേക്ക്, ഒരു സ്പിരിച്വൽ ഗ്ലോറി. In the name of Jesus. സ്വർഗത്തിൽ നിന്ന് കർത്താവ് നോക്കുന്നു. താങ്കളുടെ ഹൃദയ വേദന അറിയുന്ന, താങ്കളുടെ ഹൃദയ നൊമ്പരം അറിയുന്ന, എത്ര ശ്രമിച്ചിട്ടും പുഷ്ടിയോടെ മുൻപോട്ട് കടന്നു വരാൻ കഴിയാതെ പുറകിലോട്ട് പലതും ചൊല്ലി വലിക്കുന്ന, പലതിനാലും വലിക്കുന്ന, സകല വൈകാരികമായി നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിക്കുന്ന ഇരുട്ടിന്റെ അധികാരത്തെ ബ്രേക്ക് ചെയ്യാൻ കർത്താവ് പുതിയ ബലം ഇതിനകത്ത് പകരുന്നുണ്ട്. കർത്താവ് പുതിയ ബലം ഇതിനകത്ത്
ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഒരു പുതിയ പ്രകാശം, ഇരുട്ടിന്റെ അധികാരം നീളുന്ന ഒരു അറ്റ്മോസ്ഫിയർ യേശുവിൻ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. എല്ലാ കയ്പ് നീങ്ങട്ടെ, കുറ്റാരവം നീങ്ങട്ടെ, ദൂഷണം നീങ്ങട്ടെ. ഞങ്ങൾക്ക് മേൽ നിൽക്കുന്ന പലർ പറഞ്ഞ ദൂഷണം, ഞങ്ങൾക്ക് മേൽ നിൽക്കുന്ന പലർ പറഞ്ഞ കുറ്റാരവം, ഞങ്ങൾക്ക് മേൽ നിൽക്കുന്ന എല്ലാ ദുർവിധികൾ, ഞങ്ങൾക്ക് മേൽ നിൽക്കുന്ന എല്ലാ അസൂയകൾ, അതിപ്പോൾ തന്നെ ആ അനുഗ്രഹത്തിന്റെ തടസ്സമായി നിൽക്കുന്നതിന് യേശുവിൻ നാമത്തിൽ ക്രഷ് ചെയ്യുന്നു. വിടുതലെടുക്ക. നിന്നിൽ നിന്നത് തകരുക, നിങ്ങളിൽ നിന്നത് തകരുക, നിങ്ങളിൽ നിന്നത് തകരുക. Come on, take. ഓ, ചിലരുടെ മേൽ അതിശക്തിയോടെ പരിശുദ്ധാത്മാവ് വരുന്നു. ചില ദൈവമക്കളുടെ മേൽ അതിശക്തിയോടെ പരിശുദ്ധാത്മാവ് വരുന്നു. ചില ദൈവമക്കളുടെ മേൽ അതിശക്തിയോടെ പരിശുദ്ധാത്മാവ് വരുന്നു. Come on, take your deliverance. Receive your blessings. Come on, come on. In the name of Jesus. തിരുത്തപ്പെടേണ്ടതിൽ തിരുത്തപ്പെടട്ടെ, മടങ്ങി വരേണ്ടടുത്ത് മടങ്ങി വരട്ടെ, റിസ്റ്റോർ ചെയ്യപ്പെടേണ്ടടുത്ത് റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ. In the mighty name of Jesus. അതിന് സമ്മതിക്കാതെ പുറകെ കൂടിയിരിക്കുന്ന സകല ഇരുട്ടിന്റെ അവകാശങ്ങൾ, ഇരുടിന്റെ അധികാരങ്ങൾ ഇപ്പോൾ നാസറയനാം യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്നതിനെ തടസ്സങ്ങളെ തകർക്കുന്നു, പ്രതികൂലങ്ങളെ തകർക്കുന്നു, വൈരാഗ്യത്തെ തകർക്കുന്നു, പകയെ തകർക്കുന്നു, വെല്ലുവിളിയെ തകർക്കുന്നു, സകല ദൂഷണത്തെ തകർത്ത് ചെയ്യപ്പെടും. ഓ ജീസസ്, കെമാമായ ശാന്തലേരി മിഖാൻഡലബോ റൽതൽതൽതൽതസ്യാത ക്രേ മാമാ യഹോവ യബാ ബാബാ നെബാമൈ നമിയബി. ഓ ജീസസ്, യേശുവേ എന്നിലേക്കൊന്ന് വരണേ എന്ന് പറഞ്ഞേ. അപ്പാ എന്നിലേക്കൊന്ന് വരണേ എന്ന് പറഞ്ഞേ. ഒരു പുതിയ നിറവായി വരണേ എന്ന് പറയുക. ഒരു പുതിയ അഗ്നിയായി എന്റെ മേൽ ഇറങ്ങുക കർത്താവേ. പിതാവേ, ഈ ജനത്തെ അവിടുത്തെ കൈകളിലേക്ക് തരും. വലിയ ദൈവ സാന്നിധ്യം കൊണ്ടും വലിയ ശക്തി കൊണ്ടും ഈ പ്രിയപ്പെട്ടവരെ അവിടുന്ന് നിറച്ചുവല്ലോ. ഇന്ന് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച ഓരോ ദൈവമക്കളെയും അവിടുത്തെ പരിശുദ്ധ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ നിറവും ശക്തിയും അവിടുന്ന് അയക്കണമേ. തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.